മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ശബരിമല സന്നിധാനത്ത് തുടങ്ങി. മകരവിളക്കിന് മുന്നോടിയായി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സന്നിധാനത്തു നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല സന്നിധാനം അക്ഷരാർത്ഥത്തിൽ മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രാസാദ ശുദ്ധിക്രിയയും നാളെ ബിംബശുദ്ധിക്രിയയുമാണ്. അതുപോലെ തന്നെ മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള യാത്ര ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പന്തളത്ത് നിന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നല്ല ഇപ്രാവശ്യം തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. പകരം പന്തളം കൊട്ടാരത്തിന് സമീപമുള്ള ഒരു പ്രത്യേകം സജ്ജമായിരിക്കുന്ന പന്തലിൽ ഇപ്പോൾ തിരുവാഭരണങ്ങൾ ദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നീരാഞ്ജനമൊഴിഞ്ഞ് തിരുവാഭരണ വാഹക സംഘത്തിന് ഈ പേടകങ്ങൾ കൈമാറും. മണികണ്ഠൻ ആൽത്തറ വരെ ആചാരങ്ങൾ ഇല്ലാതെയും അതിനുശേഷം ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് വരിക. 3 ദിവസം കൊണ്ടായിരിക്കും തിരുവാഭരണങ്ങളും വഹിച്ചുള്ള സംഘം സന്നിധാനത്ത് എത്തിച്ചേരുക. ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2-ാം ദിവസം ലാഹാസത്രത്തിലും 3-ാം ദിവസം സന്ധ്യയോടുകൂടി തന്നെ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള സംഘം സന്നിധാനത്ത് എത്തിച്ചേരും. അത്തരത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം എരുമേലി കഴിഞ്ഞ ദിവസം പേട്ടതുള്ളിയ സംഘങ്ങൾ ഇപ്പോൾ യാത്രയിലാണ്, സന്നിധാനത്തേക്കുള്ള യാത്രയിലേക്കാണ്. നാളെ രാവിലെയോടുകൂടി തന്നെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ എത്തിയതിനു ശേഷം പ്രസിദ്ധമായ പമ്പ സദ്യ നടക്കും. അതിനുശേഷമായിരിക്കും വൈകുന്നേരത്തോടെ പമ്പ വിളക്കും നടത്തിയതിനു ശേഷം അവർ പിന്നീട് മല കയറും. മകരവിളക്ക് കഴിഞ്ഞ എഴുന്നള്ളത്തിന് ശേഷമായിരിക്കും ഇരു സംഘങ്ങളും മലയിറങ്ങുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിമല മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയെല്ലാം മകരവിളക്ക് കാണാൻ കഴിയുമോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ സംഘങ്ങളായി തീർത്ഥാടകരെത്തി തമ്പടിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയും. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. മകരവിളക്ക് ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് നൽകാൻ ആവശ്യമായ അരവണ പായസവും അപ്പവും കരുതൽ ശേഖരത്തിലുണ്ടാകുമെന്ന്